ഒട്ടും ഈസിയല്ല. എനിക്ക് തോന്നുന്നു എന്താ പറയുക, നല്ല സമയമായിരുന്നില്ല. മോശം സമയം വരും. മോശം സമയം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു സമയം എന്തായാലും വരും. അതും ഏകദേശം 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നാളും വീഡിയോ ചെയ്യാതിരുന്നതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ മെയ്യിൽ നാട്ടിൽ വെക്കേഷൻ പോയായിരുന്നു. 1 മാസത്തെ വെക്കേഷനാണ് പോയത്. നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാൻ നല്ല മടിയായിരുന്നു. അങ്ങനെ ഞാൻ വെക്കേഷൻ 2 മാസമാക്കി എടുത്തു. പക്ഷേ ഒബ്വിയസ്ലി എനിക്ക് വരേണ്ട വന്നു, കാരണം എൻ്റെ വിസയൊക്കെ പുതുക്കാനിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ആ ഒരു സമയത്ത്, അതായത് നാട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരിച്ച് ഫ്രാൻസിലേക്ക് വന്നു കഴിഞ്ഞ സമയത്ത് അത്ര നല്ലൊരു സമയം ആയിരുന്നില്ല. അത് ഫിനാൻഷ്യലി ആയാലും ശരി. ഫിനാൻഷ്യലി ഒബ്വിയസ്ലി നമ്മൾ 2 മാസമൊക്കെ നാട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചിവിടെ വന്ന് ജോലി ചെയ്യണം. നമ്മുടെ ആ മാസത്തെ റെൻറ്റ് കൊടുക്കണം, ഇനി വരാൻ ഇരിക്കുന്ന മാസം റെൻറ്റ് കൊടുക്കണം, പിന്നെ ചിലവുകളും. അപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു സാഹചര്യമായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, മെൻ്റലി ഒബ്വിയസ്ലി നാട്ടിൽ നിന്ന് വരാൻ നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെയുള്ള അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. തിരിച്ചിവിടെ വന്നപ്പോൾ എനിക്ക് വിസ പുതുക്കാൻ ഏകദേശം 1 മാസത്തിന് സമയമുള്ളൂ. സോ അതിനുള്ളിൽ ഈ പറഞ്ഞ കോളേജിൻ്റെ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ ഇവിടുത്തെ അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേയധികം പേപ്പേഴ്സ് ഇങ്ങനെ ശരിയാക്കേണ്ട വന്നു. സോ അതിൻ്റെയൊക്കെ തിരക്കിൽ എനിക്ക് വിസ കിട്ടാൻ കുറച്ച് ലേറ്റായി. ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു ജോലി എൻ്റെ കയ്യിൽ നിന്ന് പോയി. അത് മാത്രമല്ല, ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയിരുന്ന, ഞാൻ കുറേയധികം ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയിരുന്നൊരു ജോലി ആയിരുന്നു. ഇൻ്റർവ്യൂ ഒക്കെ ഫൈനൽ സ്റ്റേജിലെത്തി. ഏകദേശം കിട്ടുമെന്ന് ഉറപ്പായപ്പം നമ്മുടെ പേപ്പറിൻ്റെ കാര്യത്തിലൊരു വിഷയം വന്നു. സോ അത് വെച്ച് എനിക്ക് ആ ഒരു ജോലി കിട്ടത്തില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. സോ അങ്ങനെ എന്താ പറയുക, നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പം അത് നമ്മുടെ കയ്യിൽ മിസ്റ്റേക്ക് കൊണ്ടോ നമ്മൾ ടേക്ക് കെയർ ചെയ്തതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴൊരു വിഷമം. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെയൊക്കെ നടുക്കായിരുന്നു ഞാൻ. അല്ലാതെ ഞാൻ ഫ്രാൻസ് നിർത്തിപ്പോയതൊന്നും ആയിരുന്നില്ല. കുറേയധികം പേരെങ്കിലും ഡയറക്റ്റായിട്ടും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഫ്രാൻസ് നിർത്തിപ്പോയോ, ഇനി വരത്തില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ അതൊന്നും ആയിരുന്നില്ല, ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പുറത്തേക്ക് പോകാൻ നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുള്ളവരാണ് എങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു 1, 2, 3 വർഷം നല്ല സ്ട്രഗിൾ പീരീഡ് ആയിരിക്കും. നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകണമെന്നില്ല, നിങ്ങൾ മെൻ്റലി സ്റ്റേബിൾ ആവണമെന്നില്ല. അത് കഴിഞ്ഞുള്ള 3 വർഷം എനിക്ക് എൻഹാൻസിങ് പീരീഡാണ്. നമ്മുടെ കടങ്ങളൊക്കെ തീർത്ത് നമ്മളൊന്ന് സ്റ്റേബിലൈസ് ആവും നമ്മുടെ ലൈഫിൽ. പിന്നെ ഒരു 6 വർഷം, അതായത് 3 ഈ ഒരു 6 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലൈഫ് ഒബ്വിയസ്ലി കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയാണ്. നമ്മളിവിടെ വന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ലൈഫ് നമുക്ക് കിട്ടുകയാണ്. അപ്പം കഴിഞ്ഞ് ഇത്രയും നാളെ ഞാൻ വീഡിയോസ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ, ഞാൻ കണ്ടുമുട്ടിയ ആൾക്കാർ, ഒരു പോയിന്റ് ഓഫ് ടൈമിന് നമ്മളൊന്ന് സ്റ്റക്കായി പോകും. അതായത് അതെനിക്ക് തോന്നുന്നു മേ ബി നല്ലതിനായിരിക്കും. കാരണം ആ ഒരു സമയത്താണ് ഞാൻ എല്ലാം നിർത്തിവെച്ച് വീണ്ടും ഒന്നുകൂടെ റീതിങ്ക് ചെയ്യാനും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ടേക്ക് കെയർ ചെയ്യാനും തുടങ്ങിയത്. അതൊക്കെ കഴിഞ്ഞു നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാത്തൊരു ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യത്ത്. അപ്പം അങ്ങനെയൊരു സ്ഥലത്ത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് കാര്യങ്ങൾ. പുറത്തേക്ക് പഠിക്കാൻ പോകുന്നവരുടെ, അല്ലെങ്കിൽ പ്രവാസ ജീവിതമൊക്കെ നയിക്കുന്നവരുടെ, അല്ലെങ്കിൽ വിദേശ ജീവിതം നയിക്കുന്നവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യും, സർവൈവ് ചെയ്യും, നമ്മൾ സക്സസ് ആകും, വീണ്ടും നമ്മൾ ഫെയിൽ ആകുമായിരിക്കും. അപ്പോൾ നമ്മൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ കോർ സ്ട്രെങ്ത്. അപ്പം അങ്ങനെ വീണ്ടും പിടിച്ചെടുത്തു. ആ ഒരു സമയത്താണ് അത്രയും പല കാര്യങ്ങളിലും അൺസ്റ്റേബിൾ ആയിരുന്ന സമയത്താണ് ഞാൻ വീണ്ടും ഒരു റിസ്ക് എടുത്ത് ഞാനിവിടെ എനിക്കിഷ്ടപ്പെട്ടൊരു വണ്ടി മേടിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മാറ്റിവെച്ചാൽ അത് മാറ്റിവെച്ചുകൊണ്ടിരിക്കപ്പെടും. നമ്മൾ ഈ ഒരു പ്രായത്തിൽ, ഈ ഒരു ചെറുപ്പത്തിൽ വീണ്ടും ഈ ഒരു സ്ഥലത്ത് ആയിരിക്കണം എന്നില്ല. സോ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ അതൊക്കെയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു, ഇനി നിങ്ങൾ ഇപ്പോഴും കുറച്ച് പേരൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്. യൂട്യൂബിൽ കമൻസ് ഒന്നും ഞാൻ കാണാറില്ല. അപ്പം എന്നോട് ചോദിക്കാറുണ്ട്, ഫ്രാൻസിലേക്ക് വരുന്നതിനെ പറ്റി ചോദിക്കാറുണ്ട്, അഡ്വൈസ് ചോദിക്കാറുണ്ട്. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഇവിടെ വന്നിട്ട് 3 വർഷമായി. ഈ 3 വർഷത്തിനിടയ്ക്ക് എൻ്റെ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു, തീസിസ് കംപ്ലീറ്റ് ചെയ്തു, ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ 2-3 തരത്തിലുള്ള ജോലികളിൽ കയറിയിട്ടുണ്ട്, ജോലി പോയിട്ടുണ്ട്. ഇനി ഇവിടെ വരാൻ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഒട്ടും ഈസിയല്ല. എനിക്ക് തോന്നുന്നു, അതായത് ഒബ്വിയസ്ലി ഒന്നും ഈസിയല്ല. പുറത്തേക്ക് പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഈസിയുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് പിന്നെ നമുക്കറിയാത്തൊരു ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യത്ത് വന്നിട്ട് നമ്മൾ പഠിക്കുന്ന ഇംഗ്ലീഷ് ആണെങ്കിലും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നത്, നമ്മൾ പാർട്ട് ടൈം ചെയ്യാൻ പോകുന്നത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്, ഒന്നും വേണ്ട, നമുക്കൊരു സോഷ്യൽ ലൈഫ് വേണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും നമുക്ക് പറയാൻ പറ്റുന്നൊരു ഭാഷയല്ല ഇത്. സോ അങ്ങനെയൊക്കെ ഉള്ള സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് പേരെ സംബന്ധിച്ചിടത്തോളം, അവർ കേരളത്തിൽ നിന്നിരുന്ന ആ ഒരു ഫിനാൻഷ്യൽ എന്താ പറയുക സാഹചര്യത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഹോപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, ഇനിയും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇനിയും നമുക്ക് എന്താ പറയുക
ഒരു ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ ഒരു രാജ്യമാണ്. എനിക്കറിയാവുന്ന കുറേ പേർക്ക് മനസ്സിലാക്കി തന്നത് അത് അങ്ങനെ തന്നെയാണ്. റിസ്ക് എടുക്കാൻ തയ്യാറാണ്, നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാണ്, സർവൈവ് ചെയ്ത് അതിനുള്ളൊരു ശക്തി നമുക്കുണ്ട്, മനഃശക്തി നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി എന്താ പറയുക, അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ ഇങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഉറപ്പ് പറയുമ്പോൾ നമുക്ക് മാറണം, നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറണം എന്ന് തോന്നുന്നവരാണ് എങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് വർക്കില്ലാത്തൊരു ദിവസമാണ്. ഞാനിപ്പം നേരെ നമ്മുടെ ഗരാഷിലേക്ക് പോയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞാൻ അങ്ങനെ ഒരു വണ്ടി മേടിച്ചെന്ന് പറഞ്ഞു. അത് ഞാൻ മേടിച്ചത് എന്താ പറയുക, പലപ്പോഴും എന്നോട് എൻ്റെ വീട്ടുകാരും എൻ്റെ ബന്ധുക്കളും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു വണ്ടി മേടിക്കണമായിരുന്നോ, അതത്ര നല്ല ഡിസിഷനാണോ, കാരണം പുറത്തെ ഒരു രാജ്യമാണ്, ഇവിടുത്തെ റൂൾസ്, ഇവിടുത്തെ അങ്ങനത്തെ പോലീസ്, ഇവിടുത്തെ വണ്ടി ഓടിക്കുന്നവർക്കുള്ള അശ്രദ്ധക്കുറവ്, പിന്നെ അതൊരു ഫിനാൻഷ്യൽ ബേർഡൻ തന്നെയാണ്. ഒരു മന്ത്ലി നമുക്ക് 10-25,000 രൂപ മിനിമം ആ വണ്ടിയുടെ ചിലവ് വരും. പിന്നെ അതിൻ്റെ പുറമേ വണ്ടിയുടെ മെയിൻ്റെനൻസും എണ്ണ ചാർജും വേറെ വരും. പക്ഷേ അത് എൻ്റെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്താ പറയുക, എന്നെ സംബന്ധിച്ച് ഞാൻ പാരീസിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരെ വല്ലപ്പോഴും ഒക്കെ കാണും. അല്ലാത്ത സമയത്ത് ഞാൻ ജോലി ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, നമ്മുടെ പ്രൊജക്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറച്ച് ബിസിനസ്സും കാര്യങ്ങളും. സോ അതിൻ്റെ പുറമെ എനിക്ക് ചെയ്യാൻ വേറൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ലൈഫിൽ മോശം സമയം വരും, മോശം സമയം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു സമയം എന്തായാലും വരും, അത് വരാതിരിക്കത്തില്ല. ഇനി ടൊവിനോ പറഞ്ഞ പോലെയാണ്, ഇനി അങ്ങനെ ഒരു മോശം സമയം കഴിഞ്ഞതിന് ശേഷം നല്ല സമയം വന്നില്ലെങ്കിൽ അത് സമയമായിട്ടില്ല എന്നുള്ളതാണ്, അല്ലാതെ അതൊരു എൻഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ ഉണ്ട് എല്ലാവരോടും താങ്ക് യു വെരി മച്ച്.